ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ 1 മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമസ്തേ. ഞാൻ ഉൾപ്പെടുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് സൂര്യൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. എന്താണ് വൃശ്ചികൻ രാശി? വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അങ്ങേയറ്റം ദുർബലമായ 8ാം ഭാവത്തിലാണ്. തത്ര അതികഷ്ട അഷ്ടമ, ജ്യോതിഷത്തിൽ ഏറ്റവും കഷ്ടമായ ഭാവമാണ് 8ാം ഭാവം. അവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അവരുടെ 10ാം ഭാവാധിപനാണ്, കർമാധിപനാണ്. അതിനാൽ കർമാധിപനായ ഗ്രഹം വളരെ ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അപവാദോ മഠാപത്തിരപി പാപയെ അഷ്ടമസ്ഥിതി. 8ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകും, മഠത്തിന് ആപത്തുണ്ടാകും. അനാഥാലയം, മന്ദിരം, ദേവാലയങ്ങൾ, ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ് മുതലായവയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അവർക്കെതിരെ EDയുടെ അന്വേഷണങ്ങളുണ്ടാകാം. അന്യായമായ അവിഹിതമായ മാർഗത്തിലൂടെ ധനാഗമം നടത്തി എന്ന പേരിൽ കേസുകളുണ്ടാകാം. അപ്രകാരം വലിയ വലിയ തടസ്സങ്ങൾ, കേസുകൾ, മത്സരബുദ്ധി, മത്സരത്തിൽ പരാജയപ്പെടുക മുതലായ പ്രയാസങ്ങളൊക്കെ തന്നെ വൃശ്ചികൻ രാശിക്കാർക്കുണ്ടാകും. സ്ത്രീ വിഷയത്തിലും വളരെയധികം ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ പോയി പെട്ടുപോകുന്നതാണ്. സ്വൽപാത്മയോ നിധിനയെ വികലേക്ഷണ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. 8ൽ സൂര്യൻ വരുമ്പോൾ സ്വൽപാത്മജ, സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ, അരിഷ്ടതകൾ വരിക. നിധനകെ 8ൽ നിൽക്കുമ്പോൾ വികലേക്ഷണ, നോട്ടത്തിന് വൈകല്യങ്ങൾ ഉണ്ടാവുക, കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, പല കാര്യങ്ങളും തൻ്റെ ശ്രദ്ധ എത്താതിരിക്കുക, തൻ്റെ ശ്രദ്ധക്കുറവ് കാരണം തനിക്ക് വലിയ ധനനഷ്ടമുണ്ടാവുക. പാപേ രന്ധ്രേ സ്ഥിതപതി ദാസജനരുഖ്, ദാസജനങ്ങളുടെ ഭൃത്യജനങ്ങൾക്ക് രോഗമുണ്ടാവുക. പ്രത്യുഖ്യ ഗുഹ്യാമയാഹ, ഗുഹ്യരോഗങ്ങൾ ഉണ്ടാവുക. ലോകേർ വിഗ്രഹണം, ജനങ്ങളുമായി കലഹിക്കുക. ധനാധിഹരണം, തൻ്റെ ധനം മുതലായത് കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോകും. ആരെക്കൊണ്ട്? ചോരേഹി നൃപേഹിച്ച അരിഭിഹി, ശത്രുക്കൾ തന്നെ ധനം കട്ടുകൊണ്ടുപോകും, കള്ളന്മാർ കൊണ്ടുപോവുക. രാജാവ് പലപ്പോഴും താൻ ചെയ്യണമെന്ന കർത്തവ്യങ്ങൾ ചെയ്യാതെ വലിയ പെനാൽറ്റി, ഭീമമായ പെനാൽറ്റികളൊക്കെ വിദേശത്തുള്ളവർക്കൊക്കെ കമ്പനികൾക്കൊക്കെ ചുമത്തുന്ന സമയമാണെന്ന് അറിയുക.
അതിനാൽ ഗവൺമെൻറ്റിൻ്റെ വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും അത്ര നല്ലതല്ല, വളരെ ദുർബലമാണ്. ക്രിയാലംബഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യ വസ്തു. ക്രിയകളിൽ എടുത്തു ചാടി കഷ്ടപ്പാടുണ്ടാകും. ദേശം വിട്ടുപോയ പെണ്ണിനെ ആഗ്രഹിക്കും, അവളുമായി സൗഹൃദം സ്ഥാപിക്കും, അത് ദാമ്പത്യത്തിനെ ബാധിക്കും. അതാണ് വിദേശീയതാരൻ, ദേശം വിട്ടുപോയ സ്ത്രീയെ ആഗ്രഹിക്കുക. വസു ക്ഷീണത ദസ്യുതവ വിലമ്പാത്. കള്ളന്മാർ കാശ് കട്ടുകൊണ്ടുപോകും. അല്ലെങ്കിൽ യഥാസമയം ചെയ്യണമെന്ന കാര്യങ്ങൾ ചെയ്യാതെ സർക്കാരിൻ്റെ കോപത്തിന് മാത്രമാകും. വിപത് ഗുഹ്യജ ഭാനുന ഉഗ്ര ഭവേത്. അങ്ങേയറ്റം വലിയ ഗുഹ്യ രോഗങ്ങളുണ്ടാവുക. അതിനാൽ പൈൽസ് മുതലായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും വൃശ്ചികൻ രാശിക്കാർ നന്നായി ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാട് ചെയ്യണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിർബന്ധമായും ചെയ്യുക. പറ്റുമെങ്കിൽ ജന്മനക്ഷത്രത്തിന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും വൃശ്ചികൻ രാശിക്കാർക്കെന്നറിയുക. നന്ദി, നമസ്തേ.